സോ ഹലോ സുഹൃത്തുക്കളെ, ടെക്ടാങ്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂമിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ഇൻസ്റ്റഗ്രാം കൊമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ കൊമേഴ്ഷ്യൽ ഒന്ന് കാണാം. നമ്മളിങ്ങനെ ഒരു കമേഴ്ഷ്യൽ ഷൂട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു നല്ല ക്വാളിറ്റി വീഡിയോ എടുക്കാനായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയും അതുപോലെ തന്നെ സ്റ്റെബിലൈസറൊന്നും വേണ്ടാന്ന് കാണിക്കാനാണ്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിലും നമുക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം കൊമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഫോൺ വെച്ചിട്ടാണ്. നമ്മുടെ OnePlusൻ്റെ കോൺസെപ്റ്റ് സ്കിന്നൊക്കെ ഒട്ടിച്ചിട്ടുള്ള റെഡ്മി നോട്ട് 5 Pro ആണ് എൻ്റെ ഫോൺ. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇറങ്ങിയിട്ടുള്ളത് റെഡ്മി നോട്ട് 9 സീരീസ് ആണ്. റെഡ്മി നോട്ട് 5 Pro എന്നൊക്കെ പറയുമ്പോൾ ഒരു 4 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിലാണ് ഞാൻ ഈ ഒരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്യാമറ ആപ്ലിക്കേഷൻ നമ്മുടെ നേറ്റീവ് ക്യാമറ ആപ്ലിക്കേഷൻ അല്ല. ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ ഗൂഗിൾ ക്യാമറയിൽ നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ നല്ല സ്റ്റെബിലൈസേഷനും നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്യാമറയിൽ കിട്ടും. പിന്നെ നമുക്കതൊക്കെ പ്രീമിയർ പ്രോയിൽ പോസ്റ്റിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് നിങ്ങളിപ്പോൾ ഈ കമേഴ്ഷ്യൽ കേട്ട ഈ ഒരു മ്യൂസിക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ മ്യൂസിക് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ മ്യൂസിക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മ്യൂസിക് ട്രാക്ക് നമ്മൾ പലതവണ കേട്ടിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, നിങ്ങൾക്ക് ഈ ഷോട്ടുകളൊക്കെ നിങ്ങളുടെ ഒരു ബുക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഷോട്ടുകൾ ഷൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫൂട്ടേജ് ഷൂട്ട് ചെയ്യുക. കാരണം ബൈ ചാൻസ് നമ്മുടെ ലിസ്റ്റിലുള്ള ഷോട്ടുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കപ്പ് ഫയൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ ഫൂട്ടേജ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനാരിയോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാക്ക് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ സാധാ സ്മാർട്ട് TV ആണ്. നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്. നമ്മുടെ ടേബിളിന് മുകളിൽ നമ്മുടെ TV സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല വാൾപേപ്പറുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യലിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് TVയിൽ പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിന് പറ്റിയിട്ടുള്ള ഗൂഗിൾ ക്യാമറ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോ മോഡിലോട്ട് പോയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു TV ഉണ്ട്. അതുപോലെ തന്നെ TV ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ടേബിളിൻ്റെ മുകളിലാണ്. നമ്മുടെ ബേസ് ആയിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ TV സ്ക്രീനിലോട്ട് വരും. ഞാനൊരു 4 റെഡ് കളർ ഇമേജസ് ആണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കുറച്ച് വാൾപേപ്പറുകളാണ്. അപ്പോൾ അതിലേതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് ചൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോക്കിൻ്റെ ഒരു നോർമൽ ബോട്ടിലാണ്. ആ പ്രൊഡക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെഡും ബ്ലാക്കും കളറാണ് നമുക്ക് ആ ഒരു ബോട്ടിൽ നമുക്ക് വരുന്നത്. അപ്പോൾ അതായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പാണ് ഞാനിവിടെ നമ്മുടെ TVയിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് സെറ്റപ്പ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൈറ്റിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സാധാ സ്പോട്ട് ലൈറ്റ് ഇല്ലേ, ഒരു 25 വാട്ടിൻ്റെ അല്ലെങ്കിൽ 50 വാട്ടിൻ്റെ ഒക്കെ സ്പോട്ട് ലൈറ്റ് അവൈലബിൾ ആണ്. അത് പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനൊക്കെ പ്രൈസ് അറിയണമെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലഡ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 2500 താഴെ നിങ്ങൾക്ക് എന്തായാലും നല്ല പവറുള്ള ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സിംബെക്സിൻ്റെ ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. അതിൻ്റെ വില 1050 രൂപയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡാണ്, ലൈറ്റ് സ്റ്റാൻഡാണ്. ലൈറ്റ് സ്റ്റാൻഡിൻ്റെ പ്രൈസ് 650 രൂപയുള്ളൂ. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇനി അതല്ല നിങ്ങളുടെ ഇതിനൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. നിങ്ങൾ കറക്റ്റ് നമ്മുടെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വിൻഡോ ലൈറ്റിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കറണ്ട് പോയി ഗൈസ്, പെട്ടു. അപ്പോൾ ഇനി കറണ്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യാം. കറണ്ട് വന്നു, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിൻഡോ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ISO, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ് ഈ വക ബേസിക്സ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ആ ഒരു വീഡിയോയും കാണാം.
അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ക്യാമറ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഗൂഗിൾ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇല്ല. നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മുടെ വീഡിയോ സെക്ഷൻ എടുക്കുക, എന്നിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രൈപോഡോ അല്ലെങ്കിൽ ഗിംബലോ സ്റ്റെബിലൈസറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ഞാൻ എല്ലാ ഷോട്ടുകളും ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കിനി ബിഹൈൻഡ് ദ സീൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഓരോ ഷോട്ടും എങ്ങനെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഈ ചാനൽ നമ്മൾ ഒരുപാട് ക്യാമറ റിവ്യൂവും അതുപോലെ തന്നെ ലെൻസ് റിവ്യൂസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.